ആലപ്പുഴ ശ്രദ്ധിക്കണം, കനൽ ഒരു തരി ജ്വലിച്ച മണ്ണാണ്, മണ്ഡലമാണ് ആലപ്പുഴ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് ആലപ്പുഴ. അവിടെ കെ.സി. വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ രണ്ടാമനോ മൂന്നാമനോ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഗ്ലാമർ പോരാട്ടം നയിക്കാൻ ഇറങ്ങുന്നു. ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പൊരി നേതാവിനെ ബി.ജെ.പി രംഗത്തിറക്കിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 1,87,729 വോട്ടുകൾ, 17.24% വോട്ടുകൾ കെ.എസ്. രാധാകൃഷ്ണൻ സമാഹരിച്ച മണ്ഡലത്തിൽ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ വലിയ ഓളമുണ്ടാക്കുമെന്നാണ് ബി.ജെ.പി നേതാക്കൾ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടാകുമോ ഇല്ലയോ, ഇതൊക്കെ ആലപ്പുഴയെ കൗതുക മുനയിൽ നിർത്തുന്ന കാര്യമാണ്. കനൽ ഒരു തരിയായിരുന്നു, ആ കനൽ തരി ഇല്ലാതാവുമോ എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ രാഷ്ട്രീയ കൗതുകം. കെ.സി. വേണുഗോപാൽ കംഫർട്ടബിളായി ആലപ്പുഴ തിരിച്ചു പിടിക്കാൻ പോവുകയാണോ? കെ.സി. വേണുഗോപാൽ ജയിക്കാൻ തന്നെയാണ് സാധ്യത. അവിടെ UDF-നാണ് എഡ്ജ് ഉള്ളത്. പക്ഷേ ബി.ജെ.പിയുടെ സാന്നിധ്യം പലതരത്തിലുള്ള ആശങ്ക രണ്ട് മുന്നണിയിലും ഉണ്ടാക്കുന്നുണ്ട്. രണ്ട് മുന്നണിയിലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കെ.എസ്. രാധാകൃഷ്ണൻ അത്രയും വോട്ട് കിട്ടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാകുമ്പോൾ ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് അപ്പുറത്ത് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ വന്ന് ആ ഒരു പ്രശ്നത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ബി.ജെ.പിക്ക് കിട്ടാനുള്ള അധികമായ വോട്ട് പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മറ്റു മുന്നണി സ്ഥാനാർത്ഥികളിൽ ആശങ്കയുണ്ടാക്കും ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ എന്നാൽ പോലും UDF എഡ്ജുണ്ട്. ഞാൻ ആലപ്പുഴ പോയപ്പോൾ പലരും പറഞ്ഞത് കഴിഞ്ഞ തവണ UDF-ൽ നിന്ന് കെ.എസ്. രാധാകൃഷ്ണനിലേക്ക് പോയ ബി.ജെ.പിയിലേക്ക് പോയ പല വോട്ടുകളും കെ.സി. ആകുമ്പോൾ തിരിച്ചു വരും. കെ.സിക്ക് അവിടെ MP ആയും MLA ആയിട്ടുള്ള പരിചയമുണ്ട്. വളരെ അനായാസം ബി.ജെ.പിയിലേക്ക് പോയ കുറേ വോട്ട് കെ.സി. തിരിച്ചു കൊണ്ടുവരുന്നതാണ്. പിന്നെ ചില സാമുദായികമായ നില കൂടി പരിശോധിച്ചാൽ ഈസിയാണോ? ഏറെക്കുറെ ഈസി തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരിഫിന് കഴിഞ്ഞ തവണ കിട്ടിയ എഡ്ജ് എന്നതിനപ്പുറത്ത് ആ ആരിഫിന് പോയ വോട്ടുകൾ കൂടി ഒരുപക്ഷെ കെ.സിയിലേക്ക് തിരിച്ചു വന്നേക്കും എന്നൊരു ഘടകമുണ്ട്. കാരണം ഒരു ദേശീയ നേതാവ് പോരടിക്കാൻ എത്തുന്നു എന്ന വിധത്തിലാണ് കെ.സിക്ക് മറ്റെവിടെയുള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീനം ആലപ്പുഴയിലുണ്ട്. പക്ഷേ ഇതിൽ ആലപ്പുഴയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് വാരിക്കുന്തവുമായിട്ട് പോരടിക്കാൻ ചെന്നതുപോലെ ശോഭാ സുരേന്ദ്രൻ ചെന്നിട്ട് ഓരോ ദിവസവും അവർ മാധ്യമങ്ങളുടെ ഹെഡ്ലൈനിൽ നിറഞ്ഞു നിൽക്കാനുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് എല്ലായിടത്തിലും ആലപ്പുഴയിൽ അഭിലാഷ് പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആലപ്പുഴയ്ക്ക് ഒരു വനിതാ കേന്ദ്രമന്ത്രി എല്ലാ പോസ്റ്ററിലും കെ.സിക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ. എന്തായാലും ആലപ്പുഴയ്ക്ക് ഒരു വനിതാ കേന്ദ്രമന്ത്രി വേണ്ടേ? എനിക്കറിയില്ല. ഗോപകുമാർ സാറിനോട് ചോദിക്കാം. ഡോക്ടർ ജി ഗോപകുമാർ, ആലപ്പുഴയെ എങ്ങനെ കാണുന്നു? ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്, അത് അവർക്ക് നഷ്ടപ്പെടുമോ? ഇടതുപക്ഷത്തിന് ആ സീറ്റ് നഷ്ടപ്പെടും. അവിടെ കെ.സി. വേണുഗോപാലിന് നല്ല വിജയ സാധ്യതയുണ്ട്. കെ.സി. വേണുഗോപാൽ മുമ്പും അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ആലപ്പുഴയിലെ കഴിഞ്ഞ തവണ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ്സിന് ആ സീറ്റ് നഷ്ടപ്പെട്ടത്. ആ സാഹചര്യം ഇപ്പോൾ പാടെ മാറിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രന് വോട്ട് തീർച്ചയായിട്ടും പിടിക്കും. ആ പിടിക്കുന്ന വോട്ട് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് നഷ്ടമാകുന്ന വോട്ടുകളാണ്. കെ.സി. വേണുഗോപാലിന് NSSൻ്റെ നല്ല പിന്തുണയുണ്ട്, മറ്റ് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് പിന്നെ മാത്രമല്ല അദ്ദേഹം മലബാറുകാരനാണെങ്കിലും ആലപ്പുഴയിൽ നല്ല സുപരിചിതനാണ്. മന്ത്രിയായിരുന്നപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്നപ്പോഴും പിന്നെ MP ആയിരുന്നപ്പോഴും എല്ലാം. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ കടന്നു പോകാൻ ഒരു വിഷമം ഉണ്ടാവില്ല. നല്ല ഭൂരിപക്ഷത്തിൽ വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിക്കും. ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയുള്ള ആശയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ തീർച്ചയായിട്ടും ഉയർന്നു വരും. നമ്മൾ ഇലക്ട്രൽ പ്രോസ്പെക്ട്സ് പറയുമ്പോൾ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് കൂടെ പറയണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അത്ര അനുകൂലമായൊരു സാഹചര്യമല്ല പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ്. അത് നന്നായിട്ട് UDF-ന് ടാപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വേണുഗോപാൽ വളരെ കൃത്യമായ ആശയങ്ങളും തീരുമാനങ്ങളും പ്ലാനുകളും കൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ വന്നത്. അത് രാജ്യസഭാ സ്ഥാനം പോലും ഇനി രാജിവെക്കേണ്ടി വരും ജയിച്ചാൽ. എന്നാലും സാരമില്ല, പാർലമെൻറ്റിലേക്ക് ലോക്സഭയിലേക്ക് വരണം എന്നുള്ള തീരുമാനം, ആ ഉറച്ച തീരുമാനത്തിൻ്റെ പുറകിൽ ആലപ്പുഴയിൽ നിന്ന് നല്ലൊരു വിജയം കിട്ടുന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ശരി, കെ.സിക്ക് ഈസിയാകും എന്നുള്ളതാണ് റാഷിദ് ഗോപകുമാർ സാർ പറഞ്ഞത്. റാഷിദ് യോജിക്കുന്നുണ്ടോ? കഴിഞ്ഞ UDF തരംഗം ഉണ്ടായപ്പോൾ പോലും 10,000-ൽ പരം വോട്ടിന് LDF ജയിച്ച ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്നത് 1,00,000 വോട്ടിന് കെ.സി ജയിക്കുമെന്നാണ്. ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ അത്ര വലിയ എഡ്ജ് കെ.സി വേണുഗോപാലിനുണ്ടോ ശരിക്ക്? അവിടെ പരാമർശിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പരാമർശിക്കാതെ നമ്മൾ പോകുന്നത് ശരിയാവില്ല. വെള്ളാപ്പള്ളി നടേശന് വലിയ താല്പര്യം കാണിക്കുന്ന, എപ്പോഴും രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് പലപ്പോഴും അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്താറുണ്ട്. അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ശോഭാ സുരേന്ദ്രൻ ഒരു ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നത്, അതുമാത്രമല്ല വോട്ടാക്കി മാറ്റുന്ന ഒരു BJP നേതാവാണ് കേരളത്തിൽ. അത് ഈ പ്രാവശ്യവും ശോഭാ സുരേന്ദ്രൻ അവിടെ തുടരും. അത് പ്രത്യേകിച്ച് നമ്മൾ സാമുദായികമായി നോക്കിയാൽ ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു വലിയൊരു വിഭാഗം ലെഫ്റ്റിലേക്ക് പോകേണ്ട വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്നതോടുകൂടി നല്ലൊരു മാർജിനിൽ തന്നെ കെ.സി വേണുഗോപാൽ അവിടെ വിജയിച്ചു വരാൻ തന്നെയാണ് സാധ്യത. നല്ല മാർജിനിൽ കെ.സി വേണുഗോപാൽ ജയിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അതിനാണ് പിന്നെ ആലപ്പുഴയിൽ കൂടുതൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല.